ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹയിലേക്ക് എല്ലാവർക്കും വലിയൊരു വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദുബായ് വ്ളോഗിൻ്റെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുകയാണ്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയപ്പോഴത്തേക്ക് ഒരു 2 മണിയൊക്കെ ആയി. അപ്പം നമുക്കൊരു 4 മണിക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നു. 4 മണിക്കല്ല, 5:30 പിക്കപ്പ് ഉണ്ടായിരുന്നു. സോ നമ്മൾക്കൊരു ബസ്സിലാണ് വന്നിരുന്നത്. കുറച്ച് അത്യാവശ്യം ഒരു 10-15 പേര് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. സോ നമ്മളെല്ലാവരും പിക്ക് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ അതേ അവിടെ കുറച്ച് പോപ്കോൺ ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ദുബായിയുടെ ലൈറ്റിങ്, എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ട് നമ്മൾ എങ്ങനെ നാട്ടിലോട്ട് തിരിച്ചു വരാനാ? അയ്യോ, ദുബായൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതേ നടന്ന് നമ്മുടെ ഡോക്രോസിലേക്ക് പോകുകയാണ്. നമ്മളും അത്യാവശ്യം കുറച്ച് പാസഞ്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്വന്തം ഡോക്രൂസ്. അടിപൊളിയായിരുന്നു, കാണാനും നല്ല രസമില്ലേ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും അയൻ ബേബിയും അപ്പോൾ നമ്മൾ അപ്പർ ഡെക്കിലാട്ടോ പോകേണ്ടത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഏജൻസിക്കാർ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ചെന്ന് നമ്മുടെ ആ QR കോഡ് ഇവിടെ താഴെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മേലോട്ട് അപ്പർ ഡെക്കിലാണ് നമ്മുടെ കാര്യങ്ങളും. നമ്മൾ ആലപ്പുഴക്കാരാണെങ്കിലും ഹൗസ് ബോട്ട് എല്ലാം ഉണ്ട്, പക്ഷേ അത് വേറെ ഇത് വേറെ. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് എന്തായാലും പോകാൻ തോന്നുമല്ലോ. സോ ഡിന്നറും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ സീറ്റഡായി. നമ്മുടെ ബോട്ട് അവിടെ നിന്ന് എടുക്കുകയാണ്. ബോട്ടല്ല, നമ്മുടെ ഡോക്രൂസ്. ഓക്കെ, അപ്പോഴത്തേക്ക് അതെടുക്കുകയാണ്. അപ്പോൾ അതേ ഈ സൈഡിൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണത്തില്ലേ, അതേപോലെ ഭംഗി എന്ന് പറഞ്ഞാൽ വെറും ഭംഗിയല്ല, അടിപൊളി ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ് ഗായ്സ്. അപ്പോൾ നോക്കിയപ്പോൾ നമുക്കിന്നുണ്ടായിരുന്നത് ന്യൂഡിൽസ്, പിന്നെ ചിക്കൻ കബാബ്, പിന്നെ ഫിഷിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ റൗണ്ടിൽ കയറി. ഇതിപ്പോൾ ഞാൻ കഴിക്കുന്ന ഫിഷാട്ടോ. ഫിഷ് ഉണ്ട്, ന്യൂഡിൽസ് ഉണ്ട്, ചിക്കൻ കബാബ് ഉണ്ട്, പിന്നെ പൊട്ടേറ്റോൻ്റെ എന്തോ ഉണ്ട്, ന്യൂഡിൽസ്, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ എന്തുവായിരുന്നു, പിന്നെ കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നത്. സോ അയൻ ബേബിക്ക് നല്ലൊരു, എന്ന് വെച്ചാൽ ചിക്കനൊക്കെ മോസ്റ്റ്ലി എല്ലാം ബോൺലെസ് തന്നെയായിരുന്നു. അതുകൊണ്ട് അയൻ ബേബിക്ക് കഴിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ അവളുടെ ന്യൂഡിൽസും അതൊക്കെയായിരുന്നു അവളുടെ മെയിൻ ഡിഷ്. പിന്നെ ഫ്രൂട്ട്സ്, അവളുടെ മെയിൻ സംഭവം ഫ്രൂട്ട്സാണ്. പിന്നെ ഇവരുടെ ഫുഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഈ പാകിസ്ഥാനി റൊട്ടി, എന്താ അങ്ങനെ അവർ പറഞ്ഞത്. നമ്മുടെ അതിൻ്റെ ശരിക്കും പേരെനിക്കറിയത്തില്ല. നമ്മുടെ പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര കട്ടിയത് കഴിക്കാൻ. പക്ഷേ അവിടെ അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒന്നും തുടങ്ങിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? ഇതേപോലെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് രാത്രി ഇങ്ങനെ വന്ന് നല്ല വൈബല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് ആലോചിക്കാം, നമുക്ക് നോക്കാം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈജിപ്ഷ്യൻ ഡാൻസ് ഷോ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാട്ടോ.
അങ്ങനെ അവർ മാത്രം കളിച്ചാൽ ശരിയാകത്തില്ലല്ലോ. അങ്ങനെ ഞാനും അങ്കത്തട്ടിലേക്കിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പുള്ളിന് സമ്മതിക്കണം ഇത് വെച്ച് കറങ്ങുന്നത്. അങ്ങനെ അയിൻ ബേബിക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയിൻ ബേബിക്കും കറങ്ങണമെന്ന് ബഹളമായിരുന്നു. അങ്ങനെ നമുക്ക് ചെല്ലുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ട്രൈ ചെയ്യാം കേട്ടോ. വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പുള്ളി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ നമുക്ക് സൊവീനർ കളക്ഷൻ പോലെ നമുക്ക് വേണ്ടവർക്ക് അവരുടെ നിന്ന് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. അല്ല നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്കും എടുക്കാം. അയിൻ ബേബിനെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.